ബാം വന്ദേ കുരുംബാം സകലജനനുദാം കോടിലിംഗാലയേശാം ശ്യാമാഭാം രക്തവസ്ത്രാം ഖരധൃതകരവാളാദിശസ്ത്രാം ഭവാനീം രുദ്രാണീം രൗദ്രരൂപാം നദജനസകലാഭീഷ്ടദാത്രീം ത്രിനേത്രാം സംയുക്താം മാതൃകാഭി പുരഹരതനയാമേവ ലോകാംബികാം താം ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. ദശമസ്കന്ധം 13-ാമത്തെ അധ്യായത്തിലെ ഭ്രമരികാചരിതമാണ് അവലോകനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അരുണൻ എന്ന ദൈത്യന്റെ ആസുരികമായിട്ടുള്ള പ്രവൃത്തികളിൽ ദുഃഖിതരായിട്ടുള്ള ദേവന്മാരെ ആദ്യം ഗുരുവായ ബൃഹസ്പതിയെ അയച്ച് അവൻ ജപിക്കുന്ന ഗായത്രി മന്ത്രത്തിൽ നിന്നും അവനെ നിരോധനം ചെയ്തു. ദേവിയെ സ്തുതിച്ചു. ദേവി പ്രത്യക്ഷമായ ദേവിയെ വീണ്ടും സ്തുതിച്ചു എന്നവരെയുള്ള ഭാഗങ്ങളാണ് ഇന്നലെ പറഞ്ഞു നിർത്തിയത്. പ്രത്യക്ഷമായിട്ടുള്ള ദേവി പ്രസന്നയായി അവരോട് എന്താണ് നിങ്ങൾക്ക് ആവശ്യമെന്ന് പറഞ്ഞോളൂ എന്ന് ദേവി വരം ചോദിക്കാൻ ആവശ്യപ്പെട്ടു. ഈ അരുണൻ എന്ന ദുഷ്ടനായ ദൈത്യനാണ് ദുഃഖത്തിന് കാരണം എന്നുള്ള ആ കഥകളൊക്കെ ദൈത്യന്മാര് അവരുടെ സങ്കടങ്ങളെ ദേവിയെ അറിയിച്ചു. ബ്രഹ്മാവിന്റെ വരദാനത്തെപ്പറ്റിയും അറിയിച്ചു. ദേവന്മാര് നേരിട്ട് പറഞ്ഞ കാര്യങ്ങൾ കേട്ട ദേവി അപ്പോൾ തന്നെ കയ്യിലിരുന്നവരും നാനാരൂപധാരികളായി പാർശ്വങ്ങളിലും മുമ്പിലും ചുഴ്ന്നു നിന്നുമായ വണ്ടിൻ നിരകളെ ഇളക്കി വിട്ടു എന്നാ പറയണത്. അനേകം വണ്ടുകളെ ദേവി സൃഷ്ടിച്ചു. കോടിക്കണക്കിലുള്ള വണ്ടുകളെ ദേവി സൃഷ്ടിച്ചു എന്നാ പറയണത്. അവ 3 ലോകവും നിറഞ്ഞു. കടന്നലുകളെപ്പോലെ അവ കൂട്ടം കൂട്ടമായി പുറപ്പെട്ടു. വിഷധാരികളായിട്ടുള്ള ഈ കടന്നലുകള് അന്തരീക്ഷത്തിലെങ്ങും വ്യാപിച്ചു. അതോടുകൂടി ഭൂമി അന്ധകാരത്തിലാണ്ടു എന്നൊക്കെയാ പറയണത്. ആകാശത്തിലും പർവ്വതശൃംഖങ്ങളിലും മരങ്ങളിലും കാടുകളിലും എങ്ങും വണ്ടുകളെ കൊണ്ട് നിറഞ്ഞു. അവയെല്ലാം ഉയർന്നു പൊങ്ങി ദൈത്യന്റെ മാറിടത്തെ പിളർന്നു. തേൻ അപഹരിച്ചു കൊണ്ടുപോകുന്ന മനുഷ്യനെ രോഷം കൊണ്ട ഈച്ചകളെ എങ്ങനെയാണോ തേനീച്ചകളെ കടിച്ച് വ്രണപ്പെടുത്തുന്നത്, അതുപോലെ ആ ദൈത്യനെ അരുണനെ അവയെല്ലാം ആക്രമിച്ചു. ശസ്ത്രങ്ങളോ അസ്ത്രങ്ങളോ ഒന്നും അപ്പോൾ പ്രയോജനപ്പെട്ടില്ല. യുദ്ധം ചെയ്തില്ല. ഒന്ന് മിണ്ടുക പോലും ചെയ്തില്ല. ഏതെല്ലാം സ്ഥലത്ത് ആരെല്ലാം ഏതു പ്രകാരം നിന്നിരുന്നുവോ അവിടെ തന്നെ നിന്ന് അവരെല്ലാം ദൈത്യന്റെ ആൾക്കാരും മരണം പ്രാപിച്ചു. പരസ്പരം ഒന്ന് സംസാരിക്കാൻ പോലും അവർക്ക് അവസരം കിട്ടിയില്ല. ക്ഷണനേരം കൊണ്ട് ആ ദൈത്യനും ദൈത്യന്റെ അസുരന്മാരായിട്ടുള്ള പടകളുമെല്ലാം നശിച്ചു. ഇപ്രകാരം സ്വകൃത്യം നിർവഹിച്ചിട്ട് വണ്ടുകൾ ദേവീസന്നിധത്തണഞ്ഞു. ഇത് തന്നെയാണ് മഹാശ്ചര്യം എന്ന് ലോകരെല്ലാം കൊണ്ടാടി. ആ ജഗദംബയുടെ മഹാമായിയായിരിക്കെ ഇതിൽ ആശ്ചര്യപ്പെടാൻ എന്താ ഉള്ളത്? ബ്രഹ്മാവ്, വിഷ്ണു തുടങ്ങിയ ദേവഗണങ്ങള് സന്തോഷ സമുദ്രത്തിൽ ആറാടി. അംബികയെ നാനാ ഉപചാരങ്ങളോടുകൂടി നാനാ നൈവേദ്യങ്ങളോടുകൂടി പൂജിച്ചു. അംബിയെ സ്തുതിച്ചു. മൃദംഗം, മുരജം, വീണ മുതലായിട്ടുള്ള വാദ്യമേള ഘോഷങ്ങളെല്ലാം കൊണ്ട് ദേവിയെ കീർത്തിച്ചു. സന്തുഷ്ടിയായി തീർന്ന മഹാദേവി ഓരോരുത്തർക്കും പ്രത്യേകം വരം നൽകി. തന്നിൽ ഉറച്ച ഭക്തി ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചവർക്ക് ഭക്തി നൽകി. എല്ലാവരും നോക്കി നിൽക്കെ ആ ദേവി അന്തർധാനം ചെയ്തു. ഇങ്ങനെ ഞാൻ അങ്ങയോട് മഹത്തായ ഭ്രാമരീ ചരിതം മുഴുവൻ പറഞ്ഞു. അപ്പോൾ അതുമാതിരിയല്ലേ അവൻ വരം മേടിച്ചത്. മനുഷ്യരെ കൊല്ലരുത്, ദേവന്മാരെ കൊല്ലരുത്, അസ്ത്രം പാടില്ല, ശസ്ത്രം പാടില്ല, മുതലായിട്ടുള്ള 2 കാലുള്ളവർ കൊല്ലരുത് മുതലായിട്ടുള്ളതൊക്കെയാണല്ലോ. അപ്പോൾ ഈ വണ്ടുകള് അനേകം കാലുള്ളതാണ്. അസ്ത്രങ്ങളില്ല, ശസ്ത്രങ്ങളില്ല, ഒന്നുമില്ല. അനേകം കോടി വണ്ടുകള് വന്ന് അവയുടെ വിഷം കടിയേറ്റ് അവനും
അവന്റെ ആൾക്കാരുമെല്ലാം മൃതിയടഞ്ഞു. അങ്ങനെ ആ അരുണൻ എന്ന് പറഞ്ഞ ദൈത്യനെ ഭ്രമരങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് വധിച്ചത് കാരണം ആ ദേവിക്ക് ഭ്രമരികാദേവി എന്ന് പേര് കിട്ടി. ആരാണോ ഇത് പഠിക്കുന്നത്, കേൾക്കുന്നത്, സർവപാപങ്ങളും അവരുടെ നശിക്കും. ഈ ചരിതം കേൾക്കുന്നത് സംസാര സമുദ്രത്തെ തരണം ചെയ്യാൻ ഉപായമാണ്. ഇങ്ങനെ ദേവീ മഹാത്മ്യത്തോടുകൂടി സകല മനുക്കളുടെയും പാപനാശകമായ കഥ പഠിക്കുകയും കേൾക്കുകയും ചെയ്യുന്നത് ശുഭപ്രദമാണ്. ആരാണോ ഇത് നിത്യവും കേൾക്കുന്നത്, പഠിക്കുന്നത്, അവർ സർവപാപങ്ങളിൽ നിന്ന് മുക്തരായി ദേവീ സായുജ്യം പ്രാപിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ 13-ാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുന്നു. 13-ാമത്തെ അധ്യായം സമാപിച്ചതോടുകൂടിയിട്ട് ഈ ദശമസ്കന്ധവും ഇവിടെ കഴിയാണ്. ദശമസ്കന്ധത്തിന്റെ അവസാനത്തോടുകൂടി ശ്രീമദ് ദേവീ ഭാഗവത നവാഹത്തിലെ ആ ക്രമമനുസരിച്ച്, പാരായണ ക്രമമനുസരിച്ച് 8-ാമത്തെ ദിവസത്തെ പാരായണവും അവിടെ സമാപിക്കുകയാണ്. ഇനി നമുക്ക് 2 സ്കന്ധങ്ങളാണ് ദേവി ഭാഗവതത്തിലുള്ളത്. ഏകാദശം, ദ്വാദശം എന്നീ സ്കന്ധങ്ങൾ നവാഹത്തിന്റെ നവമ ദിവസം എന്ന് പറഞ്ഞാൽ 9-ാമത്തെ ദിവസത്തിൽ പാരായണം ചെയ്ത് അവലോകനം ചെയ്യുന്നതായിട്ടുള്ള ഏകാദശ, ദ്വാദശ സ്കന്ധങ്ങളാണ് ഇനി നമുക്ക് മുന്നോട്ട് പോകാനുള്ളത്. ആ ഭാഗങ്ങൾ നമുക്ക് ഇനി നാളെ മുതൽ തുടരാം. ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ തന്നെ ഇതെല്ലാം ദേവിയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ശ്രീ മഹാദേവ്യൈ നമഃ.